നടന്ന ഈ ചടങ്ങ് ഇന്ത്യ സഖ്യത്തിലെ പല ആളുകളുടെയും ഉറക്കം കെടുത്തു. പിണറായി വിജയൻ ഇന്ത്യ മുന്നണിയുടെ കരുത്തുള്ള തൂണാണ്. ശശി തരൂരും ഇന്ന് വേദിയിൽ ഉണ്ടായിരുന്നല്ലോ. എന്തായാലും ഇന്ന് പല നേതാക്കളുടെയും ഉറക്കം കെടുമെന്നതിൽ സംശയമില്ല. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ഒളിയമ്പുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത്. ഇന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര ഉദ്ഘാടന വേദിയിൽ വെച്ചാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ആഞ്ഞടിച്ചും അതേപോലെ തന്നെ ഗൗതം അദാനിയെ പുകഴ്ത്തിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യ മുന്നണിയുടെ കരുത്തുള്ള തൂണാണല്ലോ. ശശി തരൂരും വേദിയിൽ ഇരിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ചടങ്ങ് ഇന്ത്യ സഖ്യത്തിലെ പല ആളുകളുടെയും ഉറക്കം കെടുത്തും എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അതായത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യ മുന്നണിയുടെ കരുത്തുള്ള തൂണാണല്ലോ. ശശി തരൂരും വേദിയിലിരിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ചടങ്ങ് പല ആളുകളുടെയും ഉറക്കം കെടുത്തും. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. എന്നാൽ പരിഭാഷകന് പ്രധാനമന്ത്രി പറഞ്ഞ രാഷ്ട്രീയം പിടികിട്ടിയില്ല. ഇതോടെ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുകൂടി പ്രധാനമന്ത്രി ചിരിയോടുകൂടി പറയുകയായിരുന്നു. ഇതിനുശേഷം തുറമുഖ മന്ത്രി VN വാസവന്റെ പ്രസംഗം പ്രധാനമന്ത്രി പരാമർശിക്കുകയും ചെയ്തു. രാജ്യത്തിന്റെ മാരിടൈം മേഖല ശക്തിപ്പെടുത്തുന്നതിൽ സ്വകാര്യ സംരംഭങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ കഴിഞ്ഞ 10 വർഷം കോടികളുടെ പദ്ധതി നിക്ഷേപങ്ങളാണ് നടന്നത്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കും. കേരളത്തിന്റെ തുറമുഖ പദ്ധതി പ്രസംഗിച്ചപ്പോൾ തന്നെ നമ്മുടെ സർക്കാരിന്റെ പങ്കാളി എന്നതാണ് അദാനിയെ വിശേഷിപ്പിച്ചത്. ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ മന്ത്രിയാണ് അത് പറഞ്ഞത്. ഇതാണ് മാറുന്ന ഭാരതമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം മാറി മാറി ഭരിച്ച സർക്കാരുകൾക്ക് സാധിക്കാത്തതാണ് മോദി സർക്കാർ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നതാണ് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയതും. പതിറ്റാണ്ടുകൾ ഇടത് വലത് പാർട്ടികൾ മാറി മാറി ഭരണം നടത്തി. നാടിനു വേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ പോലും അവരെ കൊണ്ട് സാധ്യമാക്കാൻ കഴിഞ്ഞില്ല. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ വെറും 10 വർഷം കൊണ്ട് കേരളത്തിൽ സാധ്യമാക്കിയത്. NDA കേരളത്തിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികളെക്കുറിച്ച് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വാചാലനാവുകയാണ് ചെയ്തിരിക്കുന്നതും. അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയതും. പതിറ്റാണ്ടുകൾ മാറി മാറി ഭരിച്ച കോൺഗ്രസ് ഇടത് സർക്കാരുകൾക്ക് സാധ്യമാകാത്ത അടിസ്ഥാന സൗകര്യ വികസനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ വെറും 10 വർഷം കൊണ്ട് കേരളത്തിൽ സാധ്യമാക്കിയിരിക്കുന്നത്. ഭാവിക്ക് അനുയോജ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലൂടെ മാത്രമേ നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ കഴിയൂ. നിക്ഷേപങ്ങൾ വന്നാൽ മാത്രമേ സാമ്പത്തിക മേഖല സജീവമാകുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യൂ. ഹൈവേകൾ, തുറമുഖങ്ങൾ, റെയിൽവേകൾ, വ്യാവസായിക ഇടനാഴികൾ തുടങ്ങിയ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി ഭാവിയെ മുന്നിൽ കണ്ടുള്ള കേരളത്തെ കെട്ടിപ്പടുക്കുകയാണ് NDA സർക്കാർ ചെയ്തിരിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. വികസിത കേരളം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടത് ഭാവിയെ മുന്നിൽ കണ്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനമാണ് വേണ്ടതെന്നായിരുന്നു അദ്ദേഹം ഊന്നി പറഞ്ഞതും. അതേസമയം വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയും അദ്ദേഹം അത് കമ്മീഷൻ ചെയ്യുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ വേദിയിൽ പ്രധാനമന്ത്രി മോദി അടക്കം 17 പേർക്കായിരുന്നു ഇരിപ്പിടം ഒരുക്കിയിരുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, M വിൻസെന്റ് MLA, ശശി തരൂർ MP ഉൾപ്പെടെ 17 പേർക്കായിരുന്നു വേദിയിൽ ഇരിപ്പിടം ഒരുക്കിയിരുന്നത്. പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചില്ല എന്ന പരാതികൾ അടക്കമാണ് ഉയർന്നു വന്നതും. എന്നാൽ അദ്ദേഹത്തിന് അവിടെ ഇരിപ്പിടം ഒരുക്കിയിരുന്നു. അതേസമയം സതീശൻ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കില്ല എന്ന വിവരങ്ങൾ അടക്കം പുറത്തു വന്നിരുന്നു. അതുപോലെ തന്നെ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുഖ്യമന്ത്രി പിണറായി വിജയൻ, തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ എന്നിവർ മാത്രമാണ് സംസാരിച്ചതും. ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവിനെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിരുന്നില്ല. അതും വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. M വിൻസെന്റ് MLA മാത്രമായിരുന്നു ക്ഷണിച്ചിരുന്നതും. സർക്കാർ വാർഷികം പ്രതിപക്ഷം ബഹിഷ്കരിക്കുന്നതിനാലാണ് വിളിക്കാത്തതെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വാദം വന്നതും. വിഷയം പ്രതിഷേധത്തിന് ഇടയാക്കിയതോടെ തന്നെ മന്ത്രി VN വാസവന്റെ ഓഫീസിൽ നിന്ന് ഒരു ക്ഷണക്കത്ത് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ കത്തിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ചടങ്ങ് വിഴിഞ്ഞത്തുണ്ട് എന്നും ആ ചടങ്ങിൽ തങ്ങളുടെ മഹനീയ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു എന്നത് മാത്രമായിരുന്നു കത്തിലുണ്ടായിരുന്നത്. ആ കത്തുപോലും അപമാനിക്കാനുള്ള ശ്രമമാണ് എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. ട്രയൽ റൺ നടന്ന സമയത്തും പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.